കൊടുക്കണ ഈ പാത്രത്തിലാണ് ആക്കണ്ട്. അപ്പൊ ഫസ്റ്റ് ഓക്ക് കൊടുക്കാൻ പോകുന്നത് ഇതാണ്. പറയ്. മണത്തില്ലല്ലോ. മണൊന്നുണ്ടാവില്ല. ചീന നല്ലതാണ്. ആ പപ്പടം. അത് പപ്പടം ഫസ്റ്റ് കൊടുത്തത് എന്താന്ന് വെച്ചാല് ഓൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, അതുകൊണ്ടാണ്. അതിനതല്ല ഞാൻ ഇങ്ങനെ വിരാടിച്ചത് ഇല അടിച്ചിട്ടാണ് ഞാന്. തുടങ്ങിക്കോ. നോക്കിക്കോ. അതാക്കണോ, എൻ്റെ കുറച്ച് മുന്നിൽ തന്നെ ഉണ്ട്. ഇതെന്താ ഒരു പൊടിയാണ്. പെട്ടെന്ന് പറയ്. ഞാൻ ഒന്ന് നോക്കട്ടെ. ഉപ്പേ അല്ല അപ്പോൾ ഫസ്റ്റത്തെ ചാൻസും പോയി. പെട്ടെന്ന് പറയ്. പെട്ടെന്ന് പറയണം. ഇത് കിട്ടണില്ല. ഉറപ്പിച്ചില്ലേ? മണത്താക്കാൻ പറ്റാ? അത് കിട്ടണില്ല. മണത്തോക്കാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന്. മതി വിട്ടാ. 3 പ്രാവശ്യമല്ല, 1 പ്രാവശ്യമേ ഉള്ളൂ. 1 പ്രാവശ്യം കൊണ്ടേ ഉള്ളൂ. കിട്ടുന്നില്ല. ഉറപ്പിച്ചില്ലേ? ഓളെ ചാൻസ് ഒക്കെ കഴിഞ്ഞു. നീ കണ്ണ് തുറക്ക്. ഇതിക്ക് നോക്ക്. എന്താ മനസ്സിലായ? കണ്ണ് തെക്ക് കാണില്ല. ഇതെന്താ പൊട്ടന്മാരി? എന്താ മനസ്സിലാണേ? ചെറുപ്പയറിന്റെ പൊടി. അപ്പൊ ഓളെ ചാൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ഞാനാണ്. ഇനി അടുത്ത വിളാണേ. ഇനി നമുക്ക് നോക്കാം. ഞാനാണേ. അപ്പ പെട്ടെന്ന് ആയിട്ടില്ല. ഇല്ല. ഇവിടെ അങ്ങനെ പിടിച്ചട്ടാ. ഇത് കാണില്ല. ആയാ ഇതെന്താ? ഇതൊക്കെ മനസ്സിലായി. ഇതെന്താ ഈ കളിക്കുടുക്ക അങ്ങനെ എന്തൊക്കെയാ വാങ്ങുമ്പോ കിട്ടൂല അത് ഒരു തൊപ്പി ഇങ്ങനെ ഇതായിക്കാണ്ട് അതിന്റെ മുകളില് ഒരു എന്താ വെള്ള ഒരു ഇത് എന്താ പറയാ, ഒരു പൈപ്പ് മോഡല്
എന്താ സാധനം പറയാം? സാധനം ഒരു കൊട്ടന്റെ മാതിരിയുള്ള ഒരു സാധനം. എന്താ സാധനം? അതിനൊരു പേരുണ്ട്, അത് പറയണം. ഇതൊരു ടോയ് ആണ്. ടോയ് അതിനൊരു സാധനം, സോറി പേര്. ഇതെന്താന്ന് വെച്ചാല് എന്താ ഈ ഓടിച്ചോർച്ചിലൊക്കെ ഉണ്ടാവൂലേ, ഈ വേസ്റ്റ് കത്തിക്കുമ്പോ അതിന്റെ മുകളില് അതുമാതിരി അതുമാതിരി തന്നെ ഇതാക്കണേ. ഉറപ്പിച്ച് ബാസ്കറ്റ് ബോൾ കളിച്ചൂല നമ്മളെ. ആ സാധനം. ഈ ഇതിനൊരു ബോൾ ഉണ്ടേനോ, അത് ഇതിന്റെ ഉള്ളിൽ. പക്ഷെ അതിന്റെ സംഗതി പോയപ്പോ, ആ സാധനം പോയപ്പോ അപ്പൊ ഈ ഓഡിറ്റോറിയത്തില് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോ പുക അതിൽ കൂടെ പോകണ ആ ഒരു സംഭവത്തിന്റെ ഒരു ലുക്ക്. അങ്ങനെ അത് എനിക്കൊരു പോയിന്റ് അയക്കണേ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഒരു പോയിന്റ് ആയിട്ടില്ല, ഇത് കൺഫ്യൂഷൻ ആണ് ഇപ്പോഴും. ശരി. അടുത്തത് നേരത്തെ പിടിച്ചു, നമ്മൾ 2 കൈയോട് പിടിച്ചു നോക്കി. അടുത്ത ഇനി 2 സാധനങ്ങളുണ്ട്. പോരട്ടെ. ഇതൊരു വളന്റെ ഒക്കെ ഒരു കിൽക്കം കേട്ടോ. ഉണ്ടാവുന്നല്ലോ. ഇതെന്ത് സ്കൂർ എന്തോ ആണോ? ഇതെന്ത് സ്കൂർ എന്തോ ആണ്. ഇനി ഉണ്ടല്ലോ സാധനം, കൂടി അർപ്പിച്ചണം. ഇതൊരു മാലന്റെ ലോക്കറ്റ് ആണ് അല്ലേ? ആണ്. എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇതെന്റെ മാലന്റെ ലോക്കറ്റ്. മറ്റേ സാധനം പോയി. എടുത്താ മറ്റേ സാധനം പോയി. ഇതിപ്പോ എന്താ സാധനം? ഇവിടെ നല്ല മൂർച്ചുണ്ട് ഈ ലാസ്റ്റിക്ക്. എന്താ സാധനം? ഇതെന്താ അറിയില്ല. അത് മാലന്റെ ലോക്കറ്റ്. രണ്ടും കൂടി ഉറപ്പിച്ചണം. രണ്ടും കൂടി എന്താപ്പോ? ഇത് സ്കൂറ, അത് മാലന്റെ ലോക്കറ്റ്. രണ്ടും കൂടി ഉറപ്പിച്ചണം. ഇതിപ്പോ എന്താ? അപ്പൊ മറ്റേ സാധനം എടുത്തു അല്ലേ? മറ്റേ സാധനം എടുത്തു. മറ്റേ സാധനം എടുത്ത് ഇത് ഇജ്ജ് വെച്ചതാണ്. ഇജ്ജ് എടുക്കണുണ്ട്, അത് മനസ്സിലായി. ഇത് മാലന്റെ ലോക്കറ്റും ആണ്. കൺഫേം ചെയ്യേ. ഇത് മാലന്റെ ലോക്കറ്റ്. ഇതിപ്പോ എന്താ സംഭവം? ഇത് സ്കൂറാണ്. ഉറപ്പിച്ച്. അപ്പൊ ഇത് ഞാൻ വെറുതെ ഒന്ന് എടുത്തതാണ്. അപ്പൊ 2 സ്കോർ ചെയ്തോ. അടുത്തത് നമുക്ക് വെക്കാൻ പറ്റേ. പെട്ടെന്ന് സാധനമൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ആയി. എവിടെ സാധനം? എവിടെ? ഇത് അതിന്റെ ഉള്ളിൽ കൂടി. ഇതെന്താ സാധനം? ഇത് എനിക്ക് വേറെ മനസ്സിലായി. ഇത് ഇന്റെ സ്പ്രേ കുപ്പിന്റെ മൂടി ടോപ്പ്. അതന്നെ. ഇത് ഇന്റെ സാധനല്ലേ? ഈ ഇന്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ടാ എനിക്കറിയില്ലേ. അതന്നെ. അപ്പൊ ഇത് ചീറ്റിപ്പോയി. ഇന്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ടാ എനിക്കറിയില്ലേ. എന്നെ അടുത്തത് നമ്മള് വെക്കാൻ പോവാണേ. ഇതാണേ. ഇതിപ്പോ എങ്ങനെ ഇപ്പൊ അടുത്തത്
ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്താൽ പിന്നെ എനിക്ക് അറിയിലേക്ക് പോയിക്കാരുന്നേ. ആ വെച്ചു 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 വെച്ചാ എന്ത് സംഭവം? ഇത് എനിക്ക് ഒരു കുടുക്കുള്ള സംഭവമാണ്, പറയാൻ പറ്റാത്തൊരു സംഭവമാണ് ഇത്. എനിക്കിത് ഇതെനിക്ക് മനസ്സിലായി, ഈ സൈക്കിൾ തന്നെയല്ലേ. ഉറപ്പിച്ചാ എന്താ പറയാ, ഇതിന്റെ ടയർ എടുത്ത് മാറ്റിയതാണോ എന്നൊരു സംശയമുണ്ട്. ടയറൊക്കെ ടൈമില് ടയറൊന്നുമില്ല, ആണ് സൈക്കിളാണ് സംഗതി. ഇതുണ്ട്, അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. ഉറപ്പിച്ചാ ഇത് ഈ ടോയ് ഉണ്ടല്ലോ, ഈ എന്താ ഈ കടയിൽ നിന്ന് മിഠായിയൊക്കെ വാങ്ങുമ്പോ അതിന്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. ഇതിന്റെ അതിന്റെ ഉള്ളിൽ കൂടി നോക്കണ്ട, അതിന്റെ ഉള്ളിൽ കൂടെ നോക്കണം. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം, ഇങ്ങനെ തൊട്ട് ഇതാക്കിയാൽ തന്നെ മനസ്സിലാക്കാം. ഇതിന്റെ ഇവിടെ ടയർ ഇല്ല, ഇതാ ഇവിടെ ഇല്ല ടയറ്. ആള് തരികടാണ്. ഇത് ഇമാതിരി സാധനങ്ങളൊക്കെ എന്റെ റൂമിൽ നിന്ന് ഞാൻ വെച്ച മോഡലാക്കി വെച്ച സാധനങ്ങൾ എടുത്താൽ എനിക്ക് തിരിച്ചറിയില്ലേ. ഞാൻ അടുത്തത് ഇവൾക്ക് വെക്കണേ. ഓള് എന്റെ റൂമിൽ നിന്ന് ഞാൻ എന്നും റെഡിയാക്കി വെക്കണ സാധനങ്ങൾ എടുത്തു കൊടുന്നാ പിന്നെ എനിക്കറിയില്ലേ. അടുത്തത് പോരട്ടെ, എന്താ ചെയ്യാ. വെച്ചോ വെച്ചാ ഇവിടെ ടോയ് കൊണ്ട് ഒരു കളിയില്ല. ഞാൻ പറയൂ. ഇതൊരു ടോപ്പ്. എന്താന്ന് വെച്ചാൽ ഇതുണ്ടല്ലോ, മറ്റേ എന്താ ഇതിന്റെ പേര്, മറ്റേ സാധനം ഉണ്ടല്ലോ, ഇത് അടുക്കളയില് ഇത് നമ്മള് എന്താ വൈകുന്നേരം ഉണ്ടാക്കൂലേ സാധനം, അത് ഉണ്ടാക്കണ്ടാണേ. അതായത് അതോ എന്താ എന്താ അതിന്റെ പേരുണ്ടല്ലോ, എന്തോ പുകാടെ. ഇത് വൈകുന്നേരം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കിക്കാണ്ട് വെക്കുന്ന ഒരു സാധനമാണ്. ഈ ഇമ്മാരിയൊക്കെ സിമ്പിള് സാധനങ്ങളായിട്ട് വന്നാൽ പിന്നെ എങ്ങനെ തിരിച്ചറിയാം? ഇതൊക്കെ ഫുള്ള് ടോയ്. ഇനി അടുത്തത് ഇത് അതന്നെ സംഗതി, അതന്നെ. അടുത്തത് അടുത്തത് നമുക്ക് ഇതൊന്ന് ബിസ്ക്കറ്റോ? ചാവി. ഇത് തൊട്ടാൽ തന്നെ മനസ്സിലാക്കുന്നത് ആകെ തുരുമ്പ് പിടിച്ചിക്കണേ. ഇതില് പൊടിയൊക്കെ ഉണ്ട്. അയ്യോ, തുരുമ്പ് പിടിച്ചക്കി. അതൊക്കെ ഈ ഉമ്മാതിരി സാധനങ്ങളൊക്കെ കൊടുന്നാലേ ഇത് നമുക്ക് ടച്ച് ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാകും. അയ്യതല്ല, എനിക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഒത്തും കിട്ടാതെ, അപ്പൊ ഞാൻ വേണ്ട ഇതാക്കിയതാണ്. ഇതൊക്കെ അപ്പൊ ഇവിടെ ചാൻസ് കഴിഞ്ഞു. ഇതൊക്കെ ടച്ച് ചെയ്താൽ പെട്ടെന്ന് നീ കണ്ണു തുറന്നോ. ഇതെന്താ കിട്ടാത്ത? കണ്ണ് കാണുന്നില്ല. കണ്ണ് കാണുന്നില്ല. ആകെ മഞ്ഞളിച്ച മാതിരി. ഹലോ, വാട്സ്ആപ്പ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പൊ ഇന്നത്തെ എന്ന് പറയാൻ ഇന്നൊരു ഗെയിമാണ്. എന്താന്ന് വെച്ചാല് എന്താ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ കണ്ണ് കെട്ടിയിട്ട് എന്താ നമ്മള് ഇവളൊരു കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരും. അത് എനിക്ക് അറിയണ്ടാവില്ല, അത് നമ്മൾ ടച്ച് ചെയ്ത് കണ്ട് അത് കണ്ടുപിടിക്കും. അതായിരുന്നു അതിൻ്റെ പേരിപ്പോൾ പേരെന്താ ഓർമ്മയില്ല, അതെന്താ ഓർമ്മയില്ല.
ആ ഒരു ഗെയിമാണ് കളി. ആ കളി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പറഞ്ഞു അതിന്റെ പേരെന്താന്ന് നേർക്ക ഓർമ്മ കിട്ടണില്ല. അപ്പൊ ആ വീഡിയോയിലോട്ട് 5 സാധനങ്ങളാണ് അതില് ഞാൻ കൊറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവള് 5ലധികം വെച്ചേക്കണോ അറിയണോ. ഇവളല്ലെങ്കിലോ 5എന്ന് പറയുമ്പോ 10 വെക്കും. അങ്ങനെ 1 പറയുമ്പോ അല്ല 2 എന്ന് പറഞ്ഞാൽ ചിലപ്പോ വെക്കും ഉണ്ടാവില്ല. അങ്ങനെയാണ് 5 വെച്ചിട്ടുള്ളൂ. ഇവിടെ എത്രണ്ണാന്നുള്ളത് ഓർമ്മയില്ല. വെച്ചുകൊണ്ട് ഇങ്ങനെ നിക്കണേ. ഞാനിങ്ങനെ പൊട്ടന്മാരി തൊടുന്നുണ്ട്. അതങ്ങനെയാണ് പോയി. അപ്പൊ അത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ട തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നീ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.